നമസ്കാരം. നമുക്കറിയാം, ഹാട്രിക് വിജയം നേടി മൂന്നാമതും നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് മോദിയാണ്. മോദിക്ക് തന്നെ, അതായത് BJPക്ക് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ജനങ്ങൾ വോട്ട് നൽകാനും കൃത്യമായ കാരണങ്ങളുണ്ട്. എന്തെന്നാൽ അത്തരത്തിലാണ് ഇന്ന് BJPയുടെ പ്രവർത്തനങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ പോലും എത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ മൂന്നാമതും പിടിച്ചെടുക്കാൻ സാധിച്ചെങ്കിലും BJPക്ക് ഇപ്പോഴും കേരളത്തിൽ ഒരു മന്ത്രിയോ ഒന്നുമില്ല. രാജഗോപാൽ ഒരിക്കൽ MLA ആയെങ്കിലും അടുത്ത തവണ തോറ്റു. തൃശൂർ MP സുരേഷ് ഗോപി മാത്രമാണ് ഇപ്പോൾ BJPയുടെ ഏക തുറുപ്പുചീട്ട്. അതിനാൽ കേരളം BJPക്ക് ബാലികേറ മലയെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പൊതുവെ പറയാറുള്ളത്. എന്നാൽ അത് തെറ്റാണെന്ന് BJP തിരഞ്ഞെടുപ്പുകളിലൂടെ തെളിയിക്കുന്നുണ്ട്. കാരണം BJPയുടെ വോട്ട് ഷെയർ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അത് കൃത്യമായി മനസ്സിലാകും. അതിനാൽ തന്നെ BJPക്ക് ഇന്ന് കേരളം ബാലികേറ മലയില്ലെന്ന് എതിരാളികൾക്ക് പോലും ഇന്ന് മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ്. അതിനാൽ BJP ഒന്ന് ഒത്തുപിടിച്ചാൽ കേരളം മോദിക്കൊപ്പം പോകും എന്ന അവസ്ഥയിലാണ്. ഇത് മനസ്സിലാക്കിയ BJP വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട വമ്പൻ പ്ലാനുകളാണ് അണിയറയിൽ തയ്യാറാക്കുന്നത്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് മറ്റാരുമല്ല, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. ഒറ്റ തിരഞ്ഞെടുപ്പിലൂടെ വമ്പൻ വോട്ട് ഷെയർ കൂട്ടിയ രാജീവിൽ ചില്ലറ പ്രതീക്ഷയല്ല BJP വയ്ക്കുന്നതും. ടീം വികസിത കേരളവുമായി ജില്ലാ കൺവെൻഷനുകൾ തുടങ്ങാനാണ് BJPയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച മുതൽ മെയ് 10 വരെ പാർട്ടിയുടെ 30 സംഘടനാ ജില്ലകളിലാണ് ഹൈടെക് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്രത്യേകം പ്ലാനുകൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അവതരിപ്പിക്കുമെന്നാണ് വിവരം. സംസ്ഥാനത്തെ 30 സംഘടനാ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം 600-ലേറെ ഭാരവാഹികളെ പ്രഖ്യാപിച്ചിരുന്നു. നായർ, OBC, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ, ക്രൈസ്തവ, മുസ്ലിം തുടങ്ങി കേരള സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ജില്ലാ ടീമുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. 600-ലേറെ ഭാരവാഹികളിൽ 1/3 ഭാരവാഹികൾ വനിതകളാണ്. അതെന്തായാലും മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത ചരിത്രപരമായൊരു നേട്ടം കൂടിയാണ്. OBC വിഭാഗത്തിൽ നിന്നുള്ള 225-ൽ കൂടുതൽ നേതാക്കളും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള 75-ൽ കൂടുതൽ നേതാക്കളും 50-ലേറെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കളും BJPയുടെ ജില്ലാ നേതൃത്വത്തിലേക്ക് ഇത്തരത്തിൽ എത്തിയിരിക്കുകയാണ്. പുതിയ ഭാരവാഹികളിൽ ഏകദേശം 70% യുവാക്കളാണ് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. പുതുമുഖങ്ങളും നിരവധിയുണ്ട്. ഇവരെ ടീം വികസിത കേരളം എന്നാണ് പാർട്ടി അധ്യക്ഷൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഇതേ പേരിലാണ് ഇനിയുള്ള കൺവെൻഷനുകളും BJP സംഘടിപ്പിക്കുക. തിങ്കളാഴ്ച തൃശൂർ സിറ്റി, റൂറൽ ജില്ലകളിലാണ് ഹൈടെക് കൺവെൻഷൻ നടക്കുക. ഇത് മെയ് 10 പാലക്കാട് വെസ്റ്റ് ജില്ലാ കൺവെൻഷനോടെ സമാപിക്കുന്നു. അതായത് 17 ദിവസത്തെ ഹൈടെക് കൺവെൻഷനാണ് BJPയുടെ ലക്ഷ്യം. രാവിലെ ജില്ലാ കോർ കമ്മിറ്റി യോഗം, പിന്നീട് പഞ്ചായത്ത് തലം മുതലുള്ള ഭാരവാഹികളുടെ പ്രത്യേക കൺവെൻഷൻ. പ്രസംഗമല്ല, മറിച്ച് അധ്യക്ഷന്റെ പവർ പോയിന്റ് പ്രസന്റേഷനാണ് കൺവെൻഷന്റെ ഹൈലൈറ്റ്. അതേസമയം ഓരോ തദ്ദേശ സ്ഥാപനങ്ങളെയും പാർട്ടിയുടെ ജയസാധ്യത അനുസരിച്ച് ABC വിഭാഗങ്ങളായി തിരിച്ചിരിക്കുകയാണ്. ഇതിൽ Aയ്ക്കാണ് ജയസാധ്യത കൂടുതൽ. Aയിൽ ജയമുറപ്പിക്കാനും മറ്റിടങ്ങളിൽ നേട്ടമുണ്ടാക്കാനുമുള്ള പ്ലാനുകളാണ് BJP മുന്നോട്ട് വയ്ക്കുക. പാർട്ടി ഭാരവാഹികൾക്കും അങ്ങോട്ടും അഭിപ്രായം പറയാം. താഴെത്തട്ട് മുതൽ ഭാരവാഹികൾ എല്ലാ മാസവും നടത്തിപ്പിന്റെ പുരോഗതി റിപ്പോർട്ട് അധ്യക്ഷന് കൈമാറണം. കാരണം പുതിയ അധ്യക്ഷന്റെ ആദ്യ വെല്ലുവിളി എന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ഓരോ ജില്ലകളിലും പല കാരണങ്ങൾ കൊണ്ട് സജീവമല്ലാതെ മാറി നിൽക്കുന്ന പ്രാദേശിക നേതാക്കളെ അധ്യക്ഷൻ പ്രത്യേകമായി തന്നെ കാണുമെന്നാണ് വിവരം. എന്തെന്നാൽ അതിവേഗം ജില്ലാ ഭാരവാഹികളെ തീരുമാനിച്ചെങ്കിലും പലയിടത്തും വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്ന പരാതി മുരളീധര പക്ഷത്തിനും കൃഷ്ണദാസ് പക്ഷത്തിനും നന്നായിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന ഭാരവാഹികൾ ആരൊക്കെയെന്നതും ആകാംക്ഷയിൽ നിലനിൽക്കുന്നു. ദേശീയ അധ്യക്ഷന്റെ പ്രഖ്യാപനത്തിന് ശേഷമാകും സംസ്ഥാനത്തെ പുനഃസംഘടന നടക്കുക. എന്തായാലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചില്ലറ നീക്കങ്ങളല്ല BJP നടത്തുന്നത്.